ആമസോൺ കാടുകളെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്ന് തന്നെയാണ് ആമസോൺ നദി കേട്ടോ. കാരണം ആമസോൺ കാടുകളെ ഇന്നിങ്ങനെ നിലനിർത്തുന്നത് എന്താണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുക തീർച്ചയായിട്ടും ആമസോൺ നദിയാണ് എന്നാണ്. ആമസോൺ നദി തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നദി നമുക്ക് പറയാൻ പറ്റും. അതായത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി തീർച്ചയായിട്ടും നൈൽ നദി തന്നെയാണ്. നൈൽ നദിക്ക് 6650 കിലോമീറ്റർ ആണ് നീളമെങ്കിൽ ആമസോണിന് 6400 കിലോമീറ്റർ ആണ് ഉള്ളത്. അതായത് ആകെ 250 കിലോമീറ്റർ കുറവ് മാത്രമാണ് ആമസോൺ നദിക്ക് നൈൽ നദിനേക്കാൾ കുറവുള്ളൂ. എന്നാൽ എത്രമാത്രം വെള്ളം ഒരു നദിയിൽ ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള സാധാരണത്തിൽ നമ്മൾ എത്രമാത്രം വലിയ നദിയാണ് അതൊക്കെ പറയാറുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ലോകത്തിൽ ഏറ്റവും വലിയ നദി ആമസോൺ നദി ആണെന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ആമസോൺ നദി കഴിഞ്ഞതിന് ശേഷം അടുത്ത 10 നദികൾ, ലോകത്തിൽ ഏറ്റവും വലിയ 10 നദികൾ കൂട്ടി വെച്ചാൽ പോലും ആമസോൺ നദിയിൽ അത്രമാത്രം വെള്ളം ഒരിക്കലും വരില്ല. അത്രമാത്രം ഉണ്ട് മക്കളെ ആമസോൺ നദിന്റെ വലിപ്പം. അത്രമാത്രം വെള്ളം വരാൾക്ക് ആമസോൺ നദിയിൽ അടങ്ങിയിട്ടുണ്ട്. അതായത് ആമസോൺ നദി ഒരു സെക്കൻഡിൽ കടലിലോട്ട് പമ്പ് ചെയ്യുന്നത് 2,09,000 മീറ്റർ ക്യൂബ് വോളിയം അത്രമാത്രം വരുന്ന വെള്ളമാണ്. ഇതിനുശേഷം നമ്മളെ ഗംഗാനദിയാണ് വരുന്നത്. നമ്മളെ ഗംഗാനദി പോലും 40,000 മീറ്റർ ക്യൂബ് വോളിയം വെള്ളം മാത്രമാണ് കടലിലോട്ട് പമ്പ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ രണ്ടാം സ്ഥാനം ഒന്നാം സ്ഥാനം ജസ്റ്റ് ഒന്ന് കമ്പയർ ഒക്കെ എത്രമാത്രം ഇരട്ടിയാണ് എന്ന്. ഗംഗാനദി മറ്റൊരു അത്ഭുതം തന്നെയാണ്. അതിനെക്കുറിച്ച് നമ്മൾ വേറെ ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കാം.